ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ നാരകം വീട്ടിൽ നടുന്നതിനെക്കുറിച്ചും അതിന് വളം ചേർക്കുന്നതുമാണ്. നാരകം വീട്ടിൽ വളർത്തുന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട്. ചിലർ പറയും നാരകം വെച്ചാൽ കുടുംബം നശിച്ചു പോകുമെന്ന്, മറ്റു ചിലർ പറയും അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഇതൊക്കെ പണ്ടുള്ളവരുടെ ഒരു വിശ്വാസം മാത്രമാണ്. നമ്മൾ ആവശ്യത്തിന് നമുക്ക് എന്ത് വേണമെങ്കിലും കൃഷി ചെയ്യാം. എല്ലാവരുടെയും വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നാരകം. ഗ്രാഫ്റ്റ് ചെയ്ത ചെടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ 6 മാസത്തിനുള്ളിൽ നമുക്ക് കായ പറിക്കാം. നാരകം നന്നായി കായ്ക്കാൻ നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. കുറഞ്ഞത് 5-6 മണിക്കൂറെങ്കിലും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം വേണം തിരഞ്ഞെടുക്കാൻ. എൻ്റെ നാരകം ഇത്രയും കായ്ച്ചു നിൽക്കുന്നത് ഇതിൻ്റെ വളപ്രയോഗമാണ്. ജൈവവളങ്ങളായ എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ് ഇതിന് പ്രധാനമായും ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേര് ചീയൽ തടയാനും നന്നായി കായ്കൾ ഉണ്ടാകാനും സഹായിക്കും. കൂടാതെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം, അടുക്കള വേസ്റ്റ് എന്നിവയും ചേർത്ത് കൊടുക്കാറുണ്ട്. ഈ നാരകത്തിന്റെ ചെടി ഞാൻ 2 മാസം മുമ്പാണ് വാങ്ങിയത്. വാങ്ങുമ്പോൾ നിറയെ കായ്കൾ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എൻ്റെ ആവശ്യത്തിന് ഇപ്പോൾ കടയിൽ പോയി വാങ്ങേണ്ടതില്ല. ഫ്രഷ് നാരങ്ങ മുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുക്കാം. ഞാൻ ജൈവവളങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചില കൊണ്ട് നന്നായി പുതയിടും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അടിയിൽ ഇട്ട് കൊടുത്ത ജൈവവളം കൂടുതൽ വേഗത്തിൽ വിഘടിച്ച് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാകും. ഇത് മണ്ണിലെ ഈർപ്പം വേഗത്തിൽ ആവിയായി പോകാതെ തടഞ്ഞു നിർത്തുകയും അടിയിൽ ഇട്ട് കൊടുത്ത ജൈവവളം വെയിലടിച്ച് ഉണങ്ങിപ്പോകാതെയും മയത്ത് ഒലിച്ചു പോകാതെയും സംരക്ഷിക്കും. മണ്ണിലേക്ക് നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്തതിനാൽ അനാവശ്യ കളകൾ വളരുന്നത് തടയുകയും ചെയ്യും. അപ്പോൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.